ശരിക്കും മാതാപിതാക്കൾ വളരെ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് ഉപേക്ഷിച്ച് പോയെന്നല്ല അവർ രണ്ടുപേരും വിവാഹം ചെയ്ത് അവരുടെ സാഹചര്യം കൊണ്ട് അവർ രണ്ടുപേരും മാറിപ്പോയി രണ്ടുപേരും രണ്ട് വിവാഹം ചെയ്ത് അച്ഛൻ വേറെ കെട്ടിപ്പോയി അമ്മ വേറെ കെട്ടിപ്പോയപ്പോൾ ഞാൻ ഒറ്റപ്പെട്ട അമ്മ വീട്ടിലായി പോയപ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്ത് പെൺകുട്ടിയല്ലേ നമ്മൾ കല്യാണം കഴിച്ചൊക്കെ വിടണമെന്ന് നോക്കുമ്പോൾ ആളുകൾ ഓർക്കും ഇവളെ ഇനി പഠിപ്പിക്കണം കെട്ടിച്ചു വിടണം നമ്മളപ്പോൾ എല്ലാവർക്കും നിർത്താനൊരു ബാധ്യത തോന്നുമല്ലോ അപ്പോൾ നമ്മളങ്ങനെ പിന്നാമ്പുറത്തേട്ട് തള്ളപ്പെട്ട് വിദ്യാഭ്യാസം തരാൻ കാണത്തില്ല ഒരു വസ്ത്രം മേടിച്ച് തരാൻ കാണത്തില്ല ഒരു അസുഖം വന്നാൽ നോക്കാൻ കാണത്തില്ല ചേർത്ത് വെക്കേണ്ട കൈകളൊക്കെ പയ്യെ ലൂസായി പോകും നമ്മുടെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെയും സപ്പോർട്ട് ചെയ്യും ഇതില്ലല്ലോ അല്ലെ സാമ്പത്തിക ശേഷിയുള്ള ഒരു മാതാപിതാക്കളുടെ മകളായിരിക്കണം അതുമല്ല അപ്പോൾ ഞാൻ അങ്ങനെ ഒതുങ്ങിപ്പോയി അപ്പോൾ എല്ലാം ഒന്നും പറയുന്നില്ല എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും ബുക്കിലൂടെ വരെ ഞാൻ എഴുതിയിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഞാൻ ബുക്കായിട്ട് ഒരു രോഷം നമ്മുടെ ഉള്ളിൽ കാണുമല്ലോ ഇനിയിപ്പോൾ എത്ര സുഖം കിട്ടിയാലും നമ്മൾ ആ കഴിഞ്ഞ കാലത്തിൽ അനുഭവിച്ചത് കൊണ്ടാണ് അനുഭവിച്ചു വന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഇന്ന് അതൊക്കെ കൊണ്ടാണ് ഇന്ന് എനിക്ക് നല്ലത് കിട്ടിയത് ഇന്ന് എനിക്ക് നല്ലതായിട്ട് ജീവിക്കാൻ പറ്റുന്നത് പക്ഷെ അത് എവിടെയെങ്കിലുമൊക്കെ ഒരു നൊമ്പരമായി കാണും അത് എന്നിലും ഉണ്ട് അതുകൊണ്ടാണ് അന്ന് ആ ബുക്ക് എഴുതാൻ കാരണമായത്